ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഷാജി നമ്മുടെ കൈസിനെയും അവരുടെ കുടുംബത്തെയും അവരുടെ ഭാര്യയും ഉമ്മയെയും എല്ലാം വളരെ മോശകരമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് അടിപൊളി മറുപടിയായി എത്തിയിരിക്കുകയാണ് നമ്മുടെ കൈസ്. നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുന്നേ ആരെങ്കിലും ഇതിൻ്റെ മുന്നേ എന്താണ് ഷാജിദ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കായി അതിൻ്റെ ഒരു തുടക്കം മാത്രം ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഏതായാലും നമ്മളെക്കുറിച്ച് പറയുന്നത് ഷാജിയുടെ വീഡിയോ ചെയ്ത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ഷാജി തന്നെ പറയുന്നുണ്ട്. ദയവായി ഞങ്ങളെ റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. പോകാൻ നമുക്ക് ആദ്യമായി ഷാജിദ പറഞ്ഞ 2 വാക്കുകൾ മാത്രം, അതിനുശേഷം കൈസിൻ്റെ മറുപടിയിലേക്ക്. പുതുക്കാണ്, പുതുദമ്പതികളാണ്. പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? കളിക്കണ പോലെ എന്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ. എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ല ഞാൻ ഒന്ന് വെറൈറ്റിയാണ്. 100ൽ 1 ഇത് കാണുള്ളൂ. കെട്ടിയോളില്ലേ, നിന്റെ കെട്ടിയോളില് കൂടെ കിടക്കണത് നീ വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇട്ടുക. അടിപൊളി റീച്ച് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകും. എന്നിട്ട് നീ കാശ് ഉണ്ടാക്കിയിട്ട് തിന്നറായി. അല്ലെ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരെന്നെങ്കിലും വെച്ച് ചെയ്താൽ മതി. നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക്. കേട്ട് കാണും. ഈ ഒരു വർത്തമാനമാണ് ഷാജി കൈസിൻ്റെ ഭാര്യയെ പറ്റിയും ഉമ്മയെ പറ്റിയും എല്ലാം വളരെ മോശകരമായ രീതിയിൽ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. അതിന് ചെറിയൊരു തുടക്കം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആദ്യമായി നമുക്ക് കൈസ് എന്തുകൊണ്ട് ഇനി മറുപടി തന്നില്ല എന്ന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞാൻ വരെ ചിന്തിച്ചിരുന്നു. കൈസിൻ്റെ ആദ്യത്തെ മറുപടി നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. ഷാജി വിഷയം ഇപ്പോഴും പലരും എന്നോട് പേഴ്സണലായും എല്ലാതെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിന്റെ ഭാര്യയും ഉമ്മയും ചേർത്ത് ഇത്രയും ഷാജിദ പറഞ്ഞിട്ടും നീ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പലരും കണ്ടു കാണും. എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ച് 2 ദിവസം മുമ്പ് ഷാജി ഇട്ട ലൈവ്. ഒരിക്കലും ഈ വീഡിയോയിൽ കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടുകളാണ് ഷാജി ആ ലൈവിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും അറപ്പും വെറുപ്പും നിറഞ്ഞ വൃത്തികെട്ട തെറികൾ. ഷാജിദക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ 4 തെറി പറഞ്ഞു, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാണ് എന്റെ വീട്ടിലിരിക്കുന്നവർ പറയുന്നത്? അവരെന്ത് ചെയ്തിട്ടാണ്? ഇതിനൊന്നും ഓൺ ദ സ്പോട്ടിന് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഇതിനും വലിയ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഷാജിദന്റെ ആ ലൈവ് കണ്ട സമയത്ത് ഞാൻ ഓൺ ദ സ്പോട്ടിന് മറുപടി കൊടുക്കാൻ വേണ്ടി നിന്നതായിരുന്നു. ആ സമയത്താണ് എന്റെ വൈഫ് എന്നെ കയറി തടഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത്. ഇന്ന് അവൾ നമ്മളെ കുടുംബത്തിൽ കയറി പറഞ്ഞത് കാരണമായിട്ട് അതിന് നിങ്ങൾ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നാളെ അവൾ ഇന്ന് പറഞ്ഞതിന് 10 ഇരട്ടി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ലൈവായിട്ട് വരും. പിന്നെ നാളെ നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിങ്ങനെ തുടർന്ന് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം നിങ്ങളിപ്പോ അതിനെ കുറിച്ചൊന്നും മിണ്ടണ്ടായിരുന്നു. എന്റെ വൈഫ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ചിന്തിച്ചു, ശരിയാണ്, ഇപ്പൊ ഞാൻ ഇതിന് മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇതൊരു സീരീസ് പോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ കൈസ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. എന്തുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കാത്തത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ മറുപടി കൊടുക്കരുത്. നമ്മളെ കുടുംബത്തിനെക്കുറിച്ച് അവർ ഇന്ന് പറഞ്ഞു. അതിനെ നിങ്ങൾ മറുപടി തരുമ്പോൾ നാളെ അതിലും മോശകരമായ രീതിയിൽ പച്ചത്തെറിയുമായി അവർ പിന്നെയും വരും. അതിന് നിങ്ങൾ മറുപടി കൊടുക്കും. ഇതിങ്ങനെ ഒരു സീരീസ് ആയിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. ദയവ് ചെയ്ത് അതിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇതിലും വലിയ പ്രശ്നങ്ങളിലൊക്കെ കൈസ് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് മറുപടി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ട് നമ്മുടെ കൈസ് ഒരു മറുപടിയുമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്കതുകൂടി ഒന്ന് കേൾക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ ആ ഓൺ ദ സ്പോട്ടിൽ മറുപടി പറയാതിരുന്നത്. പക്ഷെ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. സ്വന്തം കുടുംബത്തിൽ കയറി തോന്നിവാസം പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ, അത്ര പുണ്യപ്രവൃത്തി ഒന്നല്ലല്ലോ. ഇതിനുള്ള പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട നിയമോപദേശം തേടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നാട്ടിലില്ല, ജോലി ആവശ്യത്തിന് വേണ്ടി മലപ്പുറത്തേക്ക് വന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് എന്തായാലും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ലീഗലി തന്നെ മൂവ് ചെയ്യാനാണ് പ്ലാൻ. ഇപ്പൊ ഇവൾക്ക് എതിരെ ഒരു നിയമക്കുറിക്ക് ഇടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ആദ്യം ഷാജിദക്ക് എതിരെ ഒരു ഡിഫമേഷൻ കൊടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അതിനിടയിലാണ് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ ഷാജിദ തന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്ക് നിന്നാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതും വളരെ മോശമായിട്ടുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തുകൊണ്ട്. അപ്പൊ അവളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് അതുകൂടി ചേർത്തൊരു കേസ് അവളെ കൊണ്ട് കൊടുപ്പിച്ചേക്കാം. എല്ലാം കൂടി ഷാജിദക്ക് താങ്ങുക എന്തോ. എന്തായാലും ഈ വീഡിയോ കാണുന്ന ഷാജിദയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് രാത്രി തന്നെ ഞാൻ ഇത് പറഞ്ഞത് കാരണമായിട്ട് ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഒരു 10 ഇരട്ടി തെറി പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് വരണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അത് ചൂണ്ടിക്കാണിച്ച് ഷാജിദക്കെതിരെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കേസ് കൊടുക്കാമല്ലോ. ഇനി ഷാജിദ തന്നെ എത്രത്തോളം പറയുന്നോ അതിനനുസരിച്ച് ഷാജിദക്കുള്ള നിയമക്കുരുക്ക് വീണുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൂടുതൽ എന്നെ കുറിച്ച് ഇനിയും പറയണമെന്ന് തന്നെയാണ് ഷാജിദയോട് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് നല്ലൊരു നിയമക്കുരുക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. ഇനി ഞാനിത് അപ്പോൾ കൈസ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അറയ്ക്കുന്ന, പുറത്ത് പറയാൻ പറ്റാത്ത വളരെ മോശകരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഷാജിദ ലൈവിൽ വന്നത്. അതുപോലെ തന്നെ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മോശകരമായി പറഞ്ഞപ്പോൾ ഒരു വാണിങ്ങിൽ ഒതുക്കാമെന്ന് ആദ്യം കൈസ് വിചാരിച്ചു. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്താണ്, 2 ദിവസം കൊണ്ട് നാട്ടിലേക്ക് വരും. അതിനുശേഷം നിയമോപദേശം തേടിയിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ മുന്നേ അദ്ദേഹം വിചാരിച്ചത് ഇതൊരു വാണിങ്ങിൽ ഒതുക്കുക എന്നായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഷാജി ഒരു പോസ്റ്റ് ആയി രംഗത്ത് വന്നത്. വളരെ മോശകരമായി നമ്മുടെ കൈസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും
മോശകരാക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റായിരുന്നു അത്. പോസ്റ്റിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം. ഇതായിരുന്നു ആ പോസ്റ്റ്. അപ്പോൾ ഷാഹിദയ്ക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് കേസിനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ചെയ്തതാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതും കൂടി കൂട്ടി ശക്തമായ രീതിയിൽ ഒരു കേസ് കൊടുക്കുക എന്നതാണ് കൈസിൻ്റെ അടുത്ത പരിപാടി. അതിനുശേഷം ഞാനൊരു വീഡിയോവുമായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്നാണ് കൈസ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കൈസ് ബാക്കി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇതിന് മുന്നേ ഒരു തെറ്റ് ചെയ്തു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു യൂട്യൂബ് ചാനൽ. ആ ചാനൽ വന്നിരുന്നിട്ട് ഒരിക്കലും ഇവളുടെ ഭർത്താവ് മരിച്ചൊരു കഥ പറഞ്ഞപ്പോൾ എനിക്ക് സാധാപം തോന്നിയിട്ട് ഞാൻ എന്റെ ചാനലിൽ വന്നത് അവതരിപ്പിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അത്. 5 മക്കളൊക്കെ എന്ന് കരുതി പറഞ്ഞതാണ്. നിർഭാഗ്യവശാൽ ആ വീഡിയോക്ക് 5 ലക്ഷം വ്യൂസ് പോവുകയും ചെയ്തു. അത് ചാനലായിട്ട് ഷാജിദയുടെ ചാനൽ കുത്തനെ ഉയർന്നു. ഒരുപാട് ആളുകൾ ആ ചാനൽ കയറി നോക്കാൻ തുടങ്ങി. ആ ചാനലിൽ റീച്ച് കുത്തനെ കൂടാനും തുടങ്ങി. അങ്ങനെ അത്യാവശ്യം റീച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോൾ ഇവൾക്ക് ഇത്തിരി തരക്കാൻ അങ്ങ് കൂടി. പിന്നെ നമ്മളെ ചുറ്റുമുള്ള ആരെയും ഇവൾക്ക് പിടിക്കാതായി. പിന്നെ കൂടപ്പുറപ്പുകളെ കുറിച്ചും ഉമ്മയെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ ഡെയിലി വരെ വന്ന് കുറ്റം പറച്ചിലായി പരിപാടി. അങ്ങനെ ഉമ്മനെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് എന്റെ മോൾ എന്നെ കുറിച്ച് ഇങ്ങനെ ഇല്ലാക്കാതെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മോനി പുറലോകത്ത് അറിയിക്കണമെന്ന് ആ ഉമ്മ എന്നെ ഇങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്തത്. അത് കാരണമായിട്ട് ആ ഉമ്മക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറലോകത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കൈസ് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റ് ഇതാണ്. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഷാഹിദ ഷാജി ഇതിൻ്റെ മുന്നേ ഏകദേശം ഒരു 35,000 ഒരു 40,000 സബുള്ള സമയത്താണ് കൈസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം 5 കുട്ടികളുടെ ഉമ്മ, ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ എന്നൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ സങ്കടം തോന്നി. അദ്ദേഹം ഷാഹിദ ഷാജിയെ പറ്റി നല്ല ഒരു വീഡിയോ ചെയ്യുകയും അതിനുശേഷം ഷാഹിദ ഷാജിയുടെ അടിപൊളിയായിട്ട് റീച്ച് കൂടുകയും അതിനുശേഷം സബ്സ്ക്രൈബർ 1 ലക്ഷം പറന്ന് കയറുന്നതും നമ്മൾ കണ്ടു. അങ്ങനെയാണ് അവർ ഫേമസ് ആയതും. അദ്ദേഹമാണ് വെച്ചടി ഷാജിദ ഈ യൂട്യൂബിൽ കയറി വന്നത്. അതിനുശേഷം ഷാജിദയ്ക്ക് തലക്കനം കൂടിയെന്നും വന്ന വഴി മറന്നുപോയി എന്നും അതിനുശേഷം ഉമ്മാനെക്കുറിച്ചും കുടുംബക്കാരെക്കുറിച്ചും എല്ലാം മോശകരമായ ഒരുപാട് വീഡിയോയിൽ അദ്ദേഹം കാണും. അതിനുശേഷമാണ് അദ്ദേഹം ഷാജിദയ്ക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഈ അടുത്താണ് ഷാഹിദയുടെ ഉമ്മ നമ്മുടെ കൈസിനെ വിളിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് സത്യങ്ങൾ ഈ ലോകത്തോട് പറയണം, അതിന് മോൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് അനുഭവങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഷാഹിദയുടെ ഉമ്മ പറയുന്നത്. അത് പുറത്തുവിടുക എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് നമ്മുടെ കൈസ് ചെയ്തത്. ഒരിക്കലും അതൊരു തെറ്റല്ല. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. കാരണം ആ ഉമ്മ മരണപ്പെട്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഉമ്മയ്ക്ക് എന്താണോ പറയാനുള്ളത് അതാണ് പറഞ്ഞത്. അതിലെന്തെങ്കിലും പാകപ്പേകളോ തെറ്റുകളോ ഉണ്ട് എങ്കിൽ ഷാജിദ ഉമ്മാക്കെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മുടെ കൈസിനെതിരെയല്ല. അവരുടെ ജീവിത പ്രശ്നമാണ് അവർ പറഞ്ഞത്. അതിലെന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കൈസ് പറയുന്നുണ്ട്. എന്നെ തെറി പറഞ്ഞാൽ ഞാൻ കേൾക്കുമായിരുന്നു, ഒരു കുഴപ്പവുമില്ല, അതിന് തക്കതായ മറുപടി മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ എന്തിന് അത് വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ യൂട്യൂബുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ത്രീയാണ്, എന്തിനാണ് അവരെക്കുറിച്ചും അവരെ അനിയനെക്കുറിച്ച് വരെ നിങ്ങൾ മോശകരമായ രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കൈസ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതിനുശേഷം രണ്ടാമത്തെ കാരണമാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവരെ 2 ആളെയും മോശമാക്കിയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾ ഇടുകയും ചെയ്തു. അത് രണ്ടാമത്തെ കാരണം. അതും കൈസിനെ ഒന്ന് പ്രകോപിപ്പിച്ചു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ കൈസിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഷാഹിദ ഷാജി ഇട്ടതാണ് ആ പോസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീഡിയോ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് കാത്തിരിക്കുകയാണ് ഷാഹിദ ഷാജി. പക്ഷേ വീഡിയോ ഉണ്ടാവില്ല എന്നാണ് കൈസ് പറയുന്നത്. കേസുകൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ പൂർണ്ണ വിവരങ്ങളുമായിട്ടൊരു വീഡിയോവുമായിട്ട് കൈസ് വരുന്നതായിരിക്കുമെന്ന് പറയാം. അതുവരെ നമ്മൾക്ക് കാത്തിരിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.